ഇരുട്ടിൻ്റെ മറവിൽ ഒരു എണ്ണക്കപ്പൽ പേർഷ്യൻ ഗൾഫിൽ നിന്നും ഇൻ്റർനാഷണൽ സീ വാട്ടേഴ്സിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. ഈ കപ്പലിൻ്റെ രജിസ്ട്രേഷൻ രേഖകളോ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെയും ബുക്കുകളിൽ വളരെ ക്ലിയർ അല്ല. കപ്പലുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന AIS അഥവാ ഓട്ടോമേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, ഒരു GPS ബേസ്ഡുള്ള ട്രാക്കർ സിസ്റ്റം പർപ്പസ്ഫുള്ളി ഈ കപ്പലിൽ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ലൈറ്റുകളൊന്നുമില്ല, ഇരുട്ടത്ത് ഈ കപ്പലുണ്ട് എന്ന് അറിയാൻ തന്നെ സാധിക്കുകയില്ല. എന്നാൽ നിറയെ എണ്ണയുമായി പോകുന്ന ഈ കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് ശക്തികളുടെ ഒന്നിനടുത്തേക്കാണ് പോകുന്നത്. തുടക്കമോ ലോകത്തിൽ ഏറ്റവും കൂടുതലും സാങ്ഷൻസ് നേരിടുന്ന ഇറാനിൽ നിന്നും. ലോകത്തിലെ രഹസ്യ പോലീസായ അമേരിക്കയുടെ പോലും കണ്ണ് വെട്ടിച്ച് റൺ ചെയ്യുന്ന ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥയുടെ കഥ ഈ കപ്പലിന് പറയാനുണ്ട്. നമ്മളിന്ന് പോകുന്നത് ആ കഥയിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. നമ്മുടെ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടെ കുറച്ചു നേരം സഞ്ചരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കഥകളിലേക്ക് പോകാം. കഥ തുടങ്ങുന്നത് 1979 1979 തൊട്ട് തന്നെ അമേരിക്ക ഇറാനുമേൽ പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വലിയ പ്രഷറൊന്നും ഇല്ലെങ്കിൽ കൂടിയും ചെറിയ രീതിയിലേക്ക് ഇറാനെ അത് ബാധിച്ചിരുന്നു. ഇറാനും അത് അത്ര അധികം കാര്യമാക്കിയില്ല. 2008 ടൈം ഫ്രെയിം ആയപ്പോൾ ഇറാനുമായി ഒരു ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൽ എത്താൻ തന്നെ അമേരിക്കയിൽ ചർച്ചകൾ ആരംഭിക്കുന്നു. ഏതാണ്ട് ഒരു ഒബാമ അഡ്മിനിസ്ട്രേഷൻ്റെ അവസാനത്തെ ടൈം ഫ്രെയിമിൽ അത് ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ കളി മാറിയത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി ഫസ്റ്റ് ടേമിൽ വന്ന സമയത്താണ്. അദ്ദേഹം വന്ന ഉടനെ തന്നെ പറയുന്നു, അമേരിക്ക ഇറാനുമായി എഗ്രി ചെയ്ത ന്യൂക്ലിയർ ഡീൽ വളരെ മോശമാണ്, അത് അമേരിക്കയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യും, അതുകൊണ്ട് അമേരിക്ക ഇനി അതുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. 2018 അമേരിക്ക ആ ഡീലിൽ നിന്നും പിന്നോക്കം പോയി എന്ന് മാത്രമല്ല, അതിശക്തമായ മാക്സിമം പ്രഷർ ഇറാന് മേൽ എക്സിക്യൂട്ട് ചെയ്യാനായി തീരുമാനിക്കുന്നു. അതല്ലെങ്കിൽ മാക്സിമം സാങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായി തീരുമാനിക്കുന്നു. ഈ സാങ്ഷൻസ് പല തരത്തിലാണ് വരുന്നത്. ഒന്ന് ഫൈനാൻഷ്യലായിട്ടുള്ള സാമ്പത്തിക ഉപരോധമാണ്. ഈ സാമ്പത്തിക ഉപരോധം എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അമേരിക്കൻ ഡോളറിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം ലോകത്തിൻ്റെ റിസർവ് കറൻസി അമേരിക്കൻ ഡോളറാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ അത് തന്നെ പ്രത്യേക ഒരു കഥയുണ്ട് പറയാനായിട്ട്, അത് വേറെ ദിവസം പറയാം. അപ്പോൾ ഈ അമേരിക്കൻ ഡോളറുമായി ബന്ധപ്പെട്ടുള്ള വിനിമയങ്ങളിൽ രാജ്യങ്ങൾ ഏർപ്പെടണമെങ്കിൽ അവർക്ക് സ്വിഫ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരിക്കണം. ആ അനുമതി കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക ആദ്യം ഇറാനെ ഇതിൽ നിന്നും അങ്ങ് പുറത്താക്കി. അതായിരുന്നു നമ്പർ 1 തിങ്. രണ്ടാമത് പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ എണ്ണ ഉപരോധമാണ്. ഈ എണ്ണ ഉപരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കച്ചവട ഉപരോധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഉപരോധം അനുസരിച്ച് ഇറാന് മറ്റു ഒരു രാജ്യത്തിനും അവരുടെ എണ്ണ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഏതെങ്കിലും രാജ്യം അല്ലെങ്കിൽ ഒരു കമ്പനി ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ അവർ അമേരിക്കൻ ഉപരോധത്തിന് വിധേയമാവും. പിന്നെ അമേരിക്കൻ സിസ്റ്റംസുമായിട്ടോ അല്ലെങ്കിൽ സ്വിഫ്റ്റുമായിട്ടോ ഒന്നും ഡീൽ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതായത് ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം നേരെ പോയിട്ട് നോക്കി ഞങ്ങൾ ഇറാനിൽ പോയി കുറച്ച് ബാരൽ ഓഫ് എണ്ണ വാങ്ങിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരും ഈ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താണ്. ആ രാജ്യത്ത് ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ അവർക്കും പിന്നെ ഡോളറിലോട്ട് വിനിമയം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരും പുറത്താണ്. അങ്ങനെ ആകെ മൊത്തം ഇറാനെ കംപ്ലീറ്റ്ലി ഒറ്റപ്പെടുത്തുന്ന 2 സമീപനമായിരുന്നു സാമ്പത്തിക ഉപരോധവും എണ്ണ കച്ചവട ഉപരോധവും. ഇനി മൂന്നാമതൊരു ഉപരോധവും കൂടെ അമേരിക്ക നടപ്പിലാക്കി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാക്സിമം സാങ്ഷൻസ് എന്നുള്ളതാണ്. അത് ഈ ഷിപ്പിംഗ് സാങ്ഷൻസ് ആയിരുന്നു. ഈ ഷിപ്പിംഗ് സാങ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കപ്പൽ അല്ലെങ്കിൽ കപ്പൽ കമ്പനി ഇറാനിൽ പോയി അവിടുത്തെ എണ്ണ അവർ കളക്ട് ചെയ്താൽ മതി, ആ കപ്പൽ കമ്പനിക്ക് അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തും. അങ്ങനെ സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു കമ്പനികളും പിന്നെ ആ കപ്പൽ കമ്പനിയുടെ ഷിപ്പിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഷിപ്പിംഗ് സിസ്റ്റംസ് ഒന്നും തന്നെ യൂസ് ചെയ്യില്ല, കപ്പലൊന്നും തന്നെ യൂസ് ചെയ്യില്ല. ബേസിക്കലി അവർ ഈ അവരെ കാലിൽ തന്നെ കോടാലി വയ്ക്കുന്ന അവസ്ഥയാണ് അവർ ഇറാനിൽ പോയി എണ്ണ എടുത്താലുള്ള കണ്ടീഷൻ. അങ്ങനെ ഈ 3 സാങ്ഷൻസും വന്നതോടുകൂടി ഇറാൻ ആകെ അങ്കലാപ്പിലായി. കാര്യം
ഇറാൻ്റെ വരുമാനത്തിൻ്റെ 60% വരുന്നത് അവരുടെ എണ്ണ കയറ്റുമതിയിൽ നിന്നാണ്. ഈ സാങ്ഷൻസ് വരുന്നതിന് മുമ്പ്, അതായത് ഒരു 2017 ടൈം ഫ്രെയിമിലൊക്കെ ഒരു ദിവസം 25 ലക്ഷം ബാരൽ എണ്ണ ഇറാൻ കയറ്റുമതി ചെയ്യുമായിരുന്നു. 2018 ഈ സാങ്ഷനൊക്കെ കഴിഞ്ഞ് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് 2020 ആയപ്പോൾ അത് വെറും 5 ലക്ഷമായി കുറഞ്ഞു. അതായത് 25 ലക്ഷം കയറ്റിയെറിക്കുന്നതും 5-1 കുറഞ്ഞ് അത് 5 ലക്ഷമായി മാറി. കാരണം ഒരു രാജ്യവും ഈ എണ്ണ വാങ്ങുന്നില്ല. ഈ ആവശ്യമുള്ള രാജ്യക്കാർ പോലും അമേരിക്കയുടെ മുന്നിലുള്ള ഈ പ്രശ്നം ഭയന്ന്, അമേരിക്ക ഇനി ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടാക്കണ്ട എന്ന് കരുതി അവരാരും തന്നെ വാങ്ങുന്നില്ല. ഇറാൻ ആകെ തവിടി പൊടിയാകുന്ന ഒരവസ്ഥയാണ്. കാരണം അത്രയും മാത്രം റവന്യൂ ഷോർട്ടേജ് ആ രാജ്യത്തുണ്ടായി. അവരുടെ കറൻസിക്ക് ഒരുപാട് ഇൻഫ്ലേഷൻ സംഭവിച്ചു, കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. അങ്ങനെ ആകെ മൊത്തം പരുവായിട്ടിരിക്കുന്ന ഇറാൻ അങ്ങ് നോക്കി ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് നോക്കി. 2024 ആയപ്പോൾ ഇറാൻ കയറ്റുമതി ചെയ്തത് ഏതാണ്ട് $45 ബില്യൺ എണ്ണയാണ്. ഈ $45 ബില്യൺ എണ്ണ കയറ്റുമതി ചെയ്തപ്പോൾ ആ ടോട്ടൽ കയറ്റുമതിയുടെ 90% പോയത് ഒരേ ഒരു രാജ്യത്തേക്കാണ്. ഏത് രാജ്യമാണ്? ചൈന. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% പോയത് ചൈനയിലേക്കാണ്. മറ്റെല്ലാവരും പകച്ചു നിന്ന ഒരു സിറ്റുവേഷൻ. ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എണ്ണ ഉണ്ട്, എന്നാൽ എണ്ണ വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നപ്പോൾ ചൈന കൃത്യമായി വരുന്നു, ഒരു സമാന്തര സാമ്പത്തിക സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു. ഇറാൻ എണ്ണ കയറ്റി അയച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് നേരിട്ട് ഇറാന് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ചൈന പേ ചെയ്തത്? അപ്പോൾ എന്തായാലും എണ്ണ കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലുകൾ വേണമല്ലോ. ആ കപ്പലിൻ്റെ കഥയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. നമ്മൾ ആദ്യം പറഞ്ഞ പേർഷ്യൻ ഗൾഫിൽ കൂടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് GPS ട്രാക്കറെല്ലാം ഓഫ് ചെയ്ത് ഇങ്ങനെ പോകുന്ന കപ്പലുണ്ടല്ലോ, അത്തരത്തിലുള്ള 100 കണക്കിന് കപ്പൽ ഇറാൻ ഗവൺമെൻറ്റിന് നേരിട്ടോ അല്ലാതെയോ സ്വന്തമായുണ്ട്. റഷ്യയ്ക്കുമുണ്ട്, പല രാജ്യങ്ങൾക്കുമുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഗോസ്റ്റ് ഫ്ലീറ്റ് അഥവാ ഷാഡോ ഫ്ലീറ്റ്. ഈ കപ്പലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സോഴ്സ് ചെയ്യുന്ന രാജ്യത്തിലായിരിക്കില്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ആ പറഞ്ഞ കപ്പൽ പേർഷ്യൻ ഗൾഫിൽ നിന്നും നമ്മൾ എണ്ണയും കൊണ്ട് പോകുന്ന കപ്പൽ ഇറാനിലായിരിക്കില്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പനാമയിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ വേറെ ഹോങ്കോങ്ങിലോ എവിടെയെങ്കിലും ആയിരിക്കും. ഏതെങ്കിലും ഒരു റാൻഡം രാജ്യത്തായിരിക്കും, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. ആ ഒരു കപ്പൽ ഇറാനുമായി യാതൊരുവിധ കണക്ഷനും കാണില്ല. ഇങ്ങനെ 100 കണക്കിന് കപ്പലുണ്ടായിരിക്കും. ശരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത് ഇറാനായിരിക്കും. ഈ കപ്പൽ GPS ട്രാക്കറും മറ്റു വിവരങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് കപ്പലിൻ്റെ പേര് ടമാർ എന്നാണെന്നുണ്ടെങ്കിൽ നാളെ കപ്പലിൻ്റെ പേര് പടാർ എന്നായിരിക്കും. പല പേരുകൾ, അങ്ങനെ കപ്പലിന് കൃത്യമായ പേരൊന്നുമില്ല. ഇതെല്ലാം ഇതിനകത്തുള്ള രേഖകളിലെല്ലാം ഫുൾ കൃത്രിമത്വം കാണിച്ചാണ് ഈ കപ്പലുകൾ ഓടുന്നത് തന്നെ. അപ്പോൾ ഈ എണ്ണ ഇറാനിലെ തുറമുഖത്ത് നിന്നും ഈ കപ്പലുകളിലോട്ട് നിറയ്ക്കും. ഈ കപ്പലുകൾ ഇരുട്ടിൻ്റെ മറവിൽ നേരെ പോകുന്നത് സൗത്ത് ചൈന സീ ഏരിയയിലോട്ടാണ്. അതായത് ചൈനയ്ക്ക് നേരിട്ട് കൺട്രോളുള്ള ഒരു ഏരിയ ആണല്ലോ ഈ സൗത്ത് ചൈന സീ. ആ ഭാഗത്തോ അല്ലെങ്കിൽ മലേഷ്യയോ, ഫിലിപ്പീൻസ്, മലേഷ്യ, ആ ഒരു കോറിഡോർ ചൈനയ്ക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം. അവിടെ എത്തുമ്പോഴത്തേക്കും ഈ കപ്പലിനെ കാത്ത് അവിടെ വേറൊരു ചൈനീസ് കപ്പലുണ്ടായിരിക്കും. ചൈനീസ് കപ്പൽ നിർത്തുന്നു. ഒരു കപ്പലിൽ നിന്നും മറ്റൊരു കപ്പലിലേക്ക് വലിയ പൈപ്പുകൾ വഴി എണ്ണ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്കെയിലാണ്. കാര്യം ഈ കപ്പലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഒരു പക്ഷേ അതിൻ്റെ ഒരു ലാർജ് സ്കെയിൽ മനസ്സിലാവത്തുള്ളൂ. എന്തുമാത്രം സാധനങ്ങളാണ് ഈ കപ്പലുകളിൽ കൊണ്ടുവരുന്നത്. ധാന്യങ്ങളായാലും ശരി, അത് ഈ എണ്ണ പ്രോഡക്റ്റുകളായാലും ശരി, മില്യൺസ് ഓഫ് ബാരൽ എണ്ണ ഈ ഓയിൽ കണ്ടെയ്നറിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഇത് രാത്രിക്ക് രാത്രി കംപ്ലീറ്റ് ഒരു ചൈനീസ് കപ്പലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ ചൈനീസ് കപ്പൽ അത് കഴിഞ്ഞ് ചൈനയിലുള്ള ഏതെങ്കിലും ഒരു പോർട്ടിലോട്ട് അങ്ങ് പോകും. പേർഷ്യൻ ഗൾഫിൽ നിന്ന് വന്ന കപ്പൽ വീണ്ടും ഇൻ്റർനാഷണൽ സീ വാട്ടേഴ്സിലേക്ക് പോകും. വേറെ ഏതെങ്കിലും ഒരു പോർട്ടിലോട്ട് അങ്ങ് പോകും. അവർക്കൊരു പ്രത്യേകിച്ച് ഇന്ന ഡോക്ക്, ഇന്ന പോർട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്തും പല രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഇത്തരം കപ്പലുകളെ പറ്റി. പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. ഈ ചൈനയിൽ നിന്ന് വന്ന കപ്പൽ നേരെ ചൈനീസ് പോർട്ടിലെത്തും.
ഈ ചൈനീസ് പോർട്ടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ എണ്ണ വന്ന സ്ഥലം പിന്നെ എഴുതണമല്ലോ. അത് എഴുതുമ്പോഴത്തേക്കും അൺനോൺ ഒറിജിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവർക്ക് ആ ഡീറ്റെയിൽസിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ സോഴ്സ് അൺനോൺ, കൺട്രി ഓഫ് അൺനോൺ ഒറിജിൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് അൺനോൺ ഒറിജിൻ എന്ന് അവർക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ നിന്നാണ് ഈ എണ്ണ വന്നത് എന്ന് യാതൊരുവിധ ട്രേസും കാണില്ല. ഇത് ഞാൻ ജസ്റ്റ് ഓൺലൈനായിട്ട് പറഞ്ഞാണ്. ഒരു കപ്പലുകൾ, ഒന്നിൽ കൂടുതൽ കപ്പലുകളിൽ നിന്നും ഈ ട്രാൻസ്ഫർ നടക്കാം, മിക്സ് ഉണ്ടാവാം. അതായത് ഉദാഹരണത്തിന് ചൈനീസ് ഓയിൽ കണ്ടെയ്നർ മേ ബി സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ എടുത്തിട്ട് വരുന്നതായിരിക്കും. ഈ ഓയിലിൻ്റെ അകത്തോട്ട് മറ്റവൻ്റെ ഓയിലങ്ങ് മിക്സ് ചെയ്യും. സോഴ്സ് സൗദി അറേബ്യ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളെല്ലാം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇറാനിൽ നിന്നും തുടങ്ങിയ എണ്ണ ഇപ്പോൾ ചൈനയിലെത്തി. അപ്പോൾ അടുത്ത പ്രോബ്ലം എന്താണ്? ഈ എണ്ണയ്ക്ക് എങ്ങനെ ചൈന പേ ചെയ്യുമെന്നുമാണ്. അമേരിക്കയുടെ സ്വിഫ്റ്റ് സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഇത് നമുക്ക് ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗം വഴി വലിയ ഹാർഡ് ക്യാഷ് കൊടുക്കാനോ ഒന്നും പറ്റില്ല. കാര്യം ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ എണ്ണയാണ് വരുന്നത്. ഈ 45 ബില്യൺ ഡോളറിൻ്റെ എണ്ണ 2024 കയറ്റുമതി ചെയ്ത ഇറാൻ്റെ 90% പോയിരിക്കുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ ഏതാണ്ട് 35 ബില്യൺ ഡോളേഴ്സിന് മുകളിലുണ്ട് ഈ എണ്ണയുടെ മൊത്തം വാല്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ. അപ്പോൾ ഇതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? അതിന് ചൈന ഒരു പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ചൈനയുടെ ഓയിൽ പേയ്മെൻറ്റിന് അല്ലെങ്കിൽ ഈ ഓയിൽ പ്രോസസ്സിങ്ങിന് മെയിൻലി 3 കീ എൻറ്റിറ്റീസാണുള്ളത്. ഒന്ന് ഹുവായ് ഹെൻറോങ് എന്ന് പറയുന്ന ഒരു ഓയിൽ ട്രേഡിംഗ് കമ്പനി. ഇത് ചൈനീസ് സ്റ്റേറ്റ് ബാക്ക്ഡ് കമ്പനിയാണ്. ചൈനയിൽ ഒരുപാട് ഓയിൽ കമ്പനീസ് ഉണ്ട്, സെനോപെക് പോലുള്ള വലിയ വലിയ കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇത് ഹുവായ് ഹെൻറോങ് എന്ന് പറയുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഓയിൽ ട്രേഡിംഗ് കമ്പനിയാണ്. ഇവരാണ് ഇത്തരം ഡീലിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കളിക്കാരൻ. രണ്ടാമത്തെ കളിക്കാരൻ ചുക്സിൻ എന്ന് പറയുന്ന ഒരു ബാങ്ക്, ഒരു ഫൈനാൻഷ്യൽ എൻറ്റിറ്റിയാണ് രണ്ടാമത്തെ കളിക്കാരൻ. മൂന്നാമത്തത് സിനോക്സർ എന്ന് പറയുന്ന ചൈനയിലെ എക്സ്പോർട്ട് കാര്യങ്ങൾക്കുള്ള ഫൈനാൻസിങ് ഇൻഷുർ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അതായത് ചൈനയിലുള്ള കമ്പനികൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫണ്ടിങ് ഉറപ്പുവരുത്തുന്നത് ഈ സിനോക്സറാണ്. ഈ 3 പ്ലേയേഴ്സും ഹാൻഡ് ഓൺ ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവർക്ക് പേയ്മെൻറ്റ് പോകുന്നത്. ഒന്നാമത്തത് ഹുവായ് ഹെൻറോങ് എന്ന് പറയുന്ന കമ്പനി, ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഓയിൽ ട്രേഡിംഗ് കമ്പനിയാണ്. അവർ ഇറാനിലുള്ള ഒരു ഓയിൽ കമ്പനിയുടെ അടുത്ത് പറയുന്നു നമുക്ക് ഇത്ര ഓയിൽ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇറാനിലുള്ള കമ്പനി ചൈനയിലുള്ള ഒരു ഓയിൽ ട്രേഡിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്ര കണ്ടെയ്നർ ഓയിൽ സെല്ല് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ട് എന്ന് അവരുടെ ബുക്കിൽ മാർക്ക് ചെയ്യുന്നു. ഇതൊരു ബുക്കിംഗ് സംഭവമാണ്, എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് സംഭവമാണ്. ഇത്ര എണ്ണ ചൈനയിലുള്ള ഒരു കമ്പനിക്ക് വിറ്റു എന്ന് അവർ രേഖ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ആ ഒരു രേഖ ഇവർ കറക്റ്റായിട്ട് സൂക്ഷിക്കുന്നു. ഇത് വെറും ബുക്കിലേ ഉള്ളൂ എന്നുള്ളതാണ് കഥ. അത് കഴിഞ്ഞ് പിന്നെ ഹുവായ് ഹെൻറോങ് എണ്ണ ഈ പറഞ്ഞ പോലെ ഷാഡോ ഫ്ലീറ്റ് വഴി ഹുവായ് ഹെൻറോങ്ങിൻ്റെ അടുത്ത് എത്തുന്നു. അവരത് റിസീവ് ചെയ്യുന്നു. ചൈനയ്ക്കകത്ത് പിന്നീട് അത് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലെയറായ ചുക്സിൻ രംഗത്ത് വരുന്നു. ഈ ചുക്സിൻ ഒരു ഫൈനാൻഷ്യൽ എൻറ്റിറ്റിയാണ്. ഈ ചുക്സിൻ പിന്നെ ചൈന ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ഷാഡോ ബാങ്കിങ് സിസ്റ്റം എന്ന നിലയ്ക്കാണ്. കാര്യം ചൈനയിൽ ഏതാണ്ട് 4300 ഫൈനാൻഷ്യൽ എൻറ്റിറ്റീസ് ഉണ്ട്, പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്നത്. അതിൽ ഒന്നിൽ പോലും ഈ ചുക്സിൻ എന്നുള്ള പേര് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടും താനും. അപ്പോൾ ഈ ഹുവായ് ഹെൻറോങ് എന്ന് പറയുന്ന കമ്പനി ഈ ഓയിലിൻ്റെ പൈസ അവർ വേറെ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് ഓർഡർ ചെയ്യുന്നത്. അവരുടെ ഓയിൽ ട്രേഡിംഗ് ആണ്. ഓയിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവണമെന്നില്ല, അവരുടെ മിഡിൽ മെന്നായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഷെൽ കമ്പനികളായിരിക്കും പല രീതിയിലുള്ള. സോ ഒരു പരിധിക്ക് അപ്പുറം ഇത് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഹുവായ് ഹെൻറോങ് ഈ ഓയിൽ ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കും. പൈസ യുവാനിലായിരിക്കും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഡോളേഴ്സിലായിരിക്കും അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ പൈസ വാങ്ങുമ്പോൾ അത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ ആണല്ലോ. ഏതെങ്കിലും ഒരു ചൈനീസ് കമ്പനി അതിൻ്റെ അകത്തുള്ള വേറൊരു കമ്പനിക്ക് ഇത്ര ഡോളർ കൊടുക്കുന്നു, നോർമൽ. ഈ ഹുവായ് ഹെൻറോങ് എന്ന് പറയുന്ന കമ്പനി ഈ പൈസ എടുത്തുകൊണ്ട് വന്ന് നേരെ ഈ ചുക്സിനിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ചുക്സിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഇതൊരു ഒരു ഷാഡോ സിസ്റ്റമാണ്. അപ്പോൾ കാശിപ്പോൾ 2-3 എൻറ്റിറ്റീസ് കഴിഞ്ഞ്
ചുക്സിനിലെത്തി നിൽക്കുവാണ്. ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ പൈസ എത്തിയിട്ടില്ല. അമേരിക്കയുടെ സാങ്ഷൻസിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ചുക്സിൻ പോലുള്ള എൻറ്റിറ്റീസിനെ ചൈന ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അയൺ കർട്ടൻ പോളിസിയാണ് ചൈനയുടേത്. എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പുറത്തറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വിൻസ്റ്റൺ ചർച്ചിൽ 2ാം ലോക മഹായുദ്ധ സമയത്ത് പറഞ്ഞൊരു പോളിസിയാണ്. അത് പക്ഷേ വളരെ കോറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ പിന്നെ അവരുടെ രാജ്യത്തിൻ്റെ ബാക്കിയുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബിസിനസ് ഇഷ്യൂസൊക്കെ കൊണ്ടാണ് പല കമ്പനീസും ഗൂഗിളും ഊബറും ഒക്കെ ചൈനയിൽ ഓപ്പറേഷൻസൊക്കെ നിർത്തി പൊടിയും തട്ടി പോയത്. അപ്പോൾ എന്തായാലും കാശ് ഇപ്പോൾ ചുക്സിൻ്റെ കയ്യിലിരിക്കുകയാണ്. ചുക്സിൻ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ ചൈനീസ് കമ്പനീസ് ഒരുപാട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരുടെ റെയിൽ പ്രോജക്റ്റ്, ഈ 1 ബെൽറ്റ് 1 റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ്, ജൂണോ മെയ്യോ എന്തോ ആണ്, ആദ്യമായിട്ട് ചൈനയിൽ നിന്ന് ഒരു ഫ്രൈറ്റ് ട്രെയിൻ, ഒരു നമ്മളെ ഗുഡ്സ് ട്രെയിന് ഈ റോഡെല്ലാം ക്രോസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഇറാനിലെത്തിയത്. ഈ ഡയറക്റ്റ് ഒരു ട്രെയിനുണ്ട്, അവിടെ നിന്ന് കയറി നമുക്ക് ഇറാനിൽ എന്തുമാത്രം ദൂരമുണ്ട്, എന്തുമാത്രം പിന്നെ ദുർഘടം പിടിച്ച വഴികളുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം കടന്ന് അവർ റെയിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്തു, ട്രെയിൻ എത്തി. അത് ഈ ചൈനയുടെ ഒരു 1 ബെൽറ്റ് 1 റോഡ് ഇനിഷ്യേറ്റീവാണ്. അതൊരു വലിയ സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ചൈനയിലുള്ള പോർട്ടുകൾ, അവിടെയുള്ള പിന്നെ മെട്രോ റെയിൽവേസ്, ടെഹ്റാനിലുള്ള മെട്രോ റെയിൽവേസ്, അങ്ങനെ ഇറാനിലുള്ള വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് ചൈനീസ് കമ്പനീസാണ്. ഈ ചൈനീസ് കമ്പനീസിന് ഈ ചുക്സിനുണ്ടല്ലോ, അവർ ചൈനയിൽ യുവാൻ വഴി അങ്ങ് പേ ചെയ്യും. അതായത് അവർക്ക് ഡോളേഴ്സ് കിട്ടും, അവർ ഡോളേഴ്സിനെ എടുത്തിട്ട് യുവാൻ ആക്കിയിട്ട് അവിടെയുള്ള കമ്പനീസിനങ്ങ് പേ ചെയ്യും. അപ്പോൾ ഇത് പേ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാനിൽ പണി ചെയ്യുന്ന ചൈനീസ് കമ്പനികൾക്ക് അവരുടെ പേയ്മെൻ്റ് എല്ലാം റിസീവ് ചെയ്യുന്നത് അങ്ങ് ചൈനയിലാണ്, യുവാനിൽ. എന്നിട്ട് ഈ ചെയ്യുന്ന പണികൾക്ക് എല്ലാ ക്രെഡിറ്റ്, അതായത് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പും ഫിനാൻഷ്യൽ ഫ്ലോയും എല്ലാം എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സിനോഷറിൻ്റെ ജോലി. അവരുടെ ഒരു ക്രെഡിറ്റ് ഫൈനാൻസിങ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പോലെയാണ്. അത് സ്റ്റേറ്റ് ബാക്ക്ഡാണ്, ചൈനീസ് സ്റ്റേറ്റ് ബാക്ക്ഡാണ്. അപ്പോൾ ഏത് ചൈനീസ് കമ്പനീസ് ഏത് പ്രോജക്റ്റ് എടുത്താലും അതിന് ഫണ്ടിങ് ഇഷ്യൂസൊന്നും വരില്ല, അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ എണ്ണ കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന എണ്ണ എങ്ങനെ ഇറാന് തിരിച്ചു കിട്ടുന്നു? ട്രെയിനായിട്ടും റോഡായിട്ടും പോർട്ടായിട്ടും ഒക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് ഇറാനിൽ തിരിച്ചെത്തുന്നു. ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിന് അറിയാം ഇങ്ങനൊരു ഷാഡോ സിസ്റ്റം റൺ ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഒരു പരിധിക്കപ്പുറം ഇത് ട്രാക്ക് ചെയ്ത് ഇതിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി പ്രോസസ്സല്ല. ഞാനിപ്പോൾ വളരെ ലീനിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇതിന് പറഞ്ഞുവെങ്കിലും ഈ ഓരോ സ്റ്റെപ്പിലും ഒരു 10-25 കമ്പനികളുണ്ടായിരിക്കും. ഷെൽ കമ്പനികളെന്ന് പറയും. ഉള്ളിത്തൊലി പോലെയാണ്. നമ്മൾ ഒരു കമ്പനി അളക്കുമ്പോഴത്തേക്ക് ആ കമ്പനിക്ക് റിക്വയർമെൻറ്റ് വന്നിരിക്കുന്ന വേറൊരു കമ്പനി ആയിരിക്കും, അതുപോലെ നോക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു കമ്പനി ആയിരിക്കും. സോ ഇത് ഒരു പ്രത്യേക ലെവലിനപ്പുറം ട്രാക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു സ്വാൻസോ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ്ട് 10 മുതൽ 15 ബില്യൺ ഡോളർ വരെ ഈ ഷാഡോ സിസ്റ്റത്തിൻ്റെ അകത്തൂടെ മൂവ് ചെയ്യുന്നു എന്നാണ് അമേരിക്കൻ ഗവൺമെൻറ് ഏജൻസികൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചൈനീസ് കമ്പനികൾ അല്ലെങ്കിൽ ചൈന ഇൻവോൾവ് ആയിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വലുതാണ്. ഈ സ്ട്രെയിറ്റ് റെയിൽ പ്രോജക്റ്റ്, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, ഇറാൻ, യൂറോപ്പ് ഇവരെല്ലാം ഉൾപ്പെടുന്ന വേറൊരു റെയിൽ കോറിഡോർ പ്രോജക്റ്റ്, ഇതെല്ലാം ചൈനീസ് കമ്പനീസാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇറാനിലെ 5G നെറ്റ്വർക്ക്സ്, പിന്നെ ബാക്കിയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ അഡ്വാൻസ്മെൻറ്റ്സ്, ഇറാനിലെ തന്നെ ടെഹ്റാനിലെ മെട്രോ പ്രോജക്ട്സ്, പോർട്ടുകൾ, അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഇറാൻ ബിൽഡിംഗ് ഇനിഷ്യേറ്റീവാണ് ചൈന ചെയ്യുന്നത്. അവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈവൻ ഇന്ത്യ പോലും ഇറാനിൽ ഒരുപാട് പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ചൈനീസ് ഇൻഫ്ലുവൻസിനെ തോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ പല സ്ഥലത്തും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആഫ്രിക്കയിലും മറ്റുമൊക്കെ. അത് നമുക്ക് വേറൊരു കഥ. പക്ഷേ എന്തുമാത്രം ടാക്ടിക്കലിയാണ് ഈ പിന്നെ നാവിഗേഷൻ, ഈ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനുള്ള ബാൻ ആൻഡ്
നാവിഗേറ്റ് ചെയ്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കാണ് എനിക്ക് തോന്നി. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഈ അടുത്തായിട്ട് ഇതിനെപ്പറ്റി വലിയൊരു റിസർച്ച് നടത്തുകയും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ചാനലിൽ നമ്മൾ ഓഡിയൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പുതിയ ഇൻഫർമേഷൻ ആണ് എന്നെനിക്ക് തോന്നി. കാര്യം ഇപ്പോൾ റഷ്യ, വെനൻസുല പോലുള്ള രാജ്യങ്ങളും ഇത്തരം സിസ്റ്റത്തിലേക്ക് നോക്കുകയാണ്. കാര്യം അമേരിക്കൻ സാങ്ഷൻസ് എങ്ങനെ മറികടക്കാം, ഈ എങ്ങനെ പിന്നെ കാശ് ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെയുള്ള കലാപരിപാടികൾ എല്ലാ രാജ്യങ്ങളും ആലോചിക്കുകയാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഇറാൻ ചൈന മണി മൂവ്മെൻറ്റും ഈ ഷാഡോ ഫ്ലീറ്റും ഒക്കെ എല്ലാ രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. അമേരിക്ക ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ് എന്ന് കരുതാൻ പാടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്പനികളെ അമേരിക്കൻ ഏജൻസീസ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. DJIK പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഓയിൽ ട്രേഡിംഗ് കമ്പനി അവർ ബാൻ ചെയ്തു. ഈ ഏതാണ്ട് 2024 മറ്റോ ആണ്. എന്തോ 65 മില്യൺ ബാരൽസ് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു ഒരു ഇല്ലീഗലായിട്ട്. അങ്ങനെ അവരെ ബാൻ ചെയ്തായിരുന്നു. പിന്നെ ഒരുപാട് ഷിപ്പിംഗ് ഏജൻസികളെ, അങ്ങനെ ഒരുപാട് കമ്പനികളെ അമേരിക്ക സാങ്ഷൻസിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ചൈന അമേരിക്കയുടെ സാങ്ഷൻസിനെ അത്ര കാര്യമാക്കാറില്ല, അല്ലെങ്കിൽ അവർ അതിനെ ഇത് അമേരിക്കൻ സാങ്ഷൻസിന് വില കൊടുക്കാറില്ല. അത് യൂണിലാറ്ററൽ സാങ്ഷൻസ് എന്നാണ് ചൈന പറയുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇഷ്ടപ്രകാരം അമേരിക്ക ചെയ്യുന്ന സാങ്ഷൻസ് ആണ്. വി ഡോണ്ട് അഡ്ഹിയർ ടു ദാറ്റ് എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. അപ്പോൾ ഇത്രയും സാങ്ഷൻസ് ഈ പല കമ്പനികളും കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിയെ സാങ്ഷൻ ചെയ്താൽ വേറെ 3 എണ്ണം പൊങ്ങി വരും. സോ എപ്പോഴും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ്. നമ്മൾ ഒരു എലിയെ പിടിക്കുമ്പോഴത്തേക്കും വേറെ 2 എണ്ണം അവിടെ വരും. അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എല്ലാത്തിനെയും പിടിക്കുക, ഇതിനെല്ലാത്തിനെയും ട്രാൻസാക്ഷൻ ചെയ്യാൻ ഇത് പിന്നെ ബ്ലോക്ക് ചെയ്യുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഒന്നാമത് ചൈന ഏറ്റവും വലിയ രണ്ടാമത്തെ എക്കണോമിയാണ്. അപ്പോൾ അമേരിക്കയിലും കൂടെ ആവശ്യമാണ് ചൈനയിലുള്ള പല ട്രേഡും പിന്നെ US ഡോളേഴ്സിൽ തന്നെ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ ചൈന കംപ്ലീറ്റ്ലി ഓഫ്ലൈനായിട്ട് US ഡോളേഴ്സ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യില്ല. അതിന് വേറെ റീസൺസ് ഉണ്ട്. അത് അമേരിക്കയെ ബാധിക്കും. അതുപോലെ തന്നെ അമേരിക്കൻ ബോണ്ടുകളുടെ US ട്രഷറി ബോണ്ടുകളുടെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹോൾഡേഴ്സാണ് ചൈന. അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻ്റർ കണക്ഷൻ ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ട്. അപ്പോൾ ഇതുള്ളപ്പോൾ എടുത്തടി എന്ന് പറഞ്ഞിട്ട് ചൈനയിലുള്ള പ്രധാനപ്പെട്ട സിനോക്സറോ അതുപോലുള്ള വലിയ കമ്പനികളെ ഒന്നും സാങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ആ കമ്പനികളിൽ കൂടെ റൺ ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ ഈ 43 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ 450 500 ബില്യൺ ഡോളേഴ്സ് ആയിരിക്കും ഈ ചൈന അമേരിക്ക വേറെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും ലീഗൽ മാർഗങ്ങളിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ 10% എന്താ പറയുക ഒരു ഫീ എന്നുള്ള നിലക്കിലൊക്കെ കാണാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഫിക്സ് ചെയ്യണമെന്ന് അമേരിക്ക വിചാരിച്ചാലും അതത്ര ഈസിയല്ല. പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ടെക്നോളജി വളരെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അമേരിക്കൻ സ്വിഫ്റ്റ് സിസ്റ്റത്തിന് വെളിയിൽ എങ്ങനെ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു അമേരിക്കൻ ബ്ലോക്കേഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ സർക്കമെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും രാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ഇത് എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്കായിട്ട് പറയുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.